വാർത്തകൾ വിശദമായി പ്രധാനപ്പെട്ട വാർത്തകളിലേക്കാണ്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനായി AICC നിരീക്ഷകരായ അജയ് മാക്കനും മുകുൾ വാസ്നിക്കും ഇന്ന് കേരളത്തിലെത്തും. രമേശ് ചെന്നിത്തല കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയെ കാണും. അതേസമയം കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷിയോഗം നാളെയാണ് ചേരുക. കൂടുതൽ വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നു. അതുല്യ, ഇപ്പോൾ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനുള്ള ചർച്ചകൾ നടക്കുകയാണ്. AICC നിരീക്ഷകരായിട്ടുള്ള അജയ് മാക്കനും മുകുൾ വാസ്നിക്കുമൊക്കെ ഇന്ന് കേരളത്തിലെത്തുകയാണ്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, വലിയ രീതിയിൽ തന്നെ തിരക്കിട്ട ചർച്ചകളാണ് AICC ആസ്ഥാനത്തും അതുപോലെ തന്നെ കേരളത്തിലും മുഖ്യമന്ത്രി സ്ഥാനത്തെ സംബന്ധിച്ച് നടക്കുന്നത്. കാരണം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ തന്നെ UDFന്റെ ഭാഗത്ത് അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് വലിയ രീതിയിലുള്ള ഒരു അമാന്തം ഉണ്ടായത് വിവിധ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അപ്പോൾ സമാനമായ ഒരു കാലതാമസം മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിലും ഉണ്ടാകരുത് എന്നുള്ളൊരു നിർബന്ധം നേതാക്കൾക്കെല്ലാം തന്നെയുണ്ട്. പക്ഷേ അവിടെയും പ്രശ്നമായി നിൽക്കുന്നത് വിവിധ പക്ഷങ്ങൾ അല്ലെങ്കിൽ വിവിധ നേതാക്കളുടെ അണികൾ ചേർന്നുള്ള ഈ ഒരു തമ്മിലടി തന്നെയാണ്. VD സതീശൻ പക്ഷവും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല പക്ഷവും KC വേണുഗോപാൽ പക്ഷവും ഈ 3 പേർ തമ്മിലാണ് പ്രത്യക്ഷത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനായുള്ളൊരു വടംവലി നടക്കുന്നത്. തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്നതിന് മുൻപ് തന്നെ നമ്മൾ കണ്ടതാണ്. ഫ്ലക്സുകളായും സോഷ്യൽ മീഡിയയിലുള്ള വിവിധ തരത്തിലുള്ള പോസ്റ്ററുകളായും എല്ലാം മുഖ്യമന്ത്രി സ്ഥാനത്തിനായി വിവിധ പക്ഷങ്ങൾ തമ്മിലൊരു പിടിവലി നടക്കുന്നുണ്ടായിരുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷവും ആ പിടിവലിക്ക് ഒന്നുകൂടി ആക്കം കൂടിയിട്ടേ ഉള്ളൂ. അതിനിടയിൽ ദേശീയ നേതൃത്വത്തിൽ പ്രവർത്തിച്ച് പരിചയമുള്ള MP മന്ത്രിയായി എത്തണം എന്ന രീതിയിലടക്കം KC വേണുഗോപാലിനെ പിന്തുണച്ചുകൊണ്ട് ഒരു പക്ഷം രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞുഞ്ഞിന് ശേഷം KC അല്ലെങ്കിൽ OCക്ക് ശേഷം KC എന്ന രീതിയിൽ ഉമ്മൻചാണ്ടിക്കൊപ്പം പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടാണ് KC വേണുഗോപാൽ പക്ഷം തങ്ങളുടെ ഒരു അവകാശവാദം ഉന്നയിക്കുന്നത്. അതേസമയം രമേശ് ചെന്നിത്തലയാണെങ്കിൽ ഇപ്പോൾ പലതവണയായി പ്രത്യക്ഷമായി തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തൻ്റെ അവകാശവാദം ഉന്നയിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ മുൻനിര മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തൻ്റെ സീനിയോറിറ്റി അദ്ദേഹം ഉയർത്തിക്കാട്ടിയിരുന്നു. തനിക്ക് സഭയിലും അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പിൽ ജയിച്ചതിലും സഭയിലും പാർട്ടിയിലും എല്ലാം എന്തുകൊണ്ടും സീനിയോറിറ്റി തനിക്കാണ്. സീനിയോറിറ്റി പരിഗണിച്ചാണ് മുൻപ് ഉമ്മൻചാണ്ടിയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് താൻ നിർദ്ദേശിച്ചത് എന്നെല്ലാമാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. അതുപോലെ തന്നെ MLA-മാരുടെ അഭിപ്രായം അല്ലെങ്കിൽ MLA-മാരുടെ പിന്തുണ മാത്രമല്ല പരിഗണിക്കുന്നത്, അങ്ങനെയല്ല മുൻകാലങ്ങളിൽ പരിഗണിച്ചിരുന്നത്. VD സതീശനെ പ്രതിപക്ഷ നേതാവാക്കിയത് MLA-മാരുടെ പിന്തുണ നോക്കിക്കൊണ്ടല്ല എന്നെല്ലാമാണ് അദ്ദേഹത്തിൻ്റെ അവകാശവാദം. അതേസമയം VD സതീശനെ സംബന്ധിച്ചാണെങ്കിൽ 100-ലധികം സീറ്റുകൾ നേടി വിജയിക്കും എന്ന് പറഞ്ഞ ആ വാഗ്ദാനം അല്ലെങ്കിൽ ആ ഒരു പ്രഖ്യാപനം അദ്ദേഹം നടത്തി കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് VD സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും അധികം പ്രൊജക്റ്റ് ചെയ്യിപ്പിക്കുന്നത്. ഒരു 80 സീറ്റ് വരെ നേടിക്കൊണ്ടുള്ളൊരു വിജയം കോൺഗ്രസ് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും VD സതീശൻ പറഞ്ഞ 100 സീറ്റ് 100-ലധികം സീറ്റ് എന്നത് അദ്ദേഹം നടത്തി കാണിച്ചു കൊടുത്തു. മാത്രമല്ല അദ്ദേഹത്തിന് കൂടുതൽ ജനകീയമായ ഒരു പിന്തുണ ഈ ഒരു കാര്യത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുണ്ട് എന്നുള്ളതും അദ്ദേഹത്തിനെ കൂടുതൽ ഈ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹനാക്കുന്നുണ്ട്. എന്നാൽ അതേസമയം MLA-മാരുടെ പിന്തുണ കൂടുതലുള്ളത് KC വേണുഗോപാലിനാണ്. അങ്ങനെ KC വേണുഗോപാൽ മത്സരിക്കുകയാണെങ്കിൽ നിലവിലെ MLA-മാരിൽ ആരെങ്കിലും രാജിവെക്കുകയും അവിടെ വീണ്ടും ഒരു ഉപതിരഞ്ഞെടുപ്പ് നടക്കുകയും വേണം. അങ്ങനെ MLA സ്ഥാനത്തേക്കും KC വേണുഗോപാൽ ഒഴിയുന്ന MP സ്ഥാനത്തേക്കും 2 തിരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടതായി വരും. അത് ഒരു സങ്കീർണതയാണ്. എന്തായാലും ഇതിനെല്ലാം അന്തിമ തീരുമാനം ഹൈക്കമാൻഡിൽ നിന്നാണ് ഉണ്ടാവുക. അതിന് MLA-മാരുടെ അഭിപ്രായം തേടാനാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നത്. 2 നിരീക്ഷകരെയാണ് AICC നിയോഗിച്ചിട്ടുള്ളത്. അജയ് മാക്കനും മുകുൾ വാസ്നിക്കും ഇരുവരും കേരളത്തിലെത്തും. MLA-മാരെ ഒറ്റയ്ക്ക് കാണും എന്നാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. അതായത് ഒരു പക്ഷത്തിൻ്റെ അഭിപ്രായം സ്വാധീനിക്കാതിരിക്കാൻ വേണ്ടി ഓരോ MLA-മാരിൽ നിന്നും ഒറ്റയ്ക്ക് തന്നെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം തേടും. അത് ഹൈക്കമാൻഡിന് റിപ്പോർട്ട് ചെയ്യും എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി ചർച്ചകൾക്കെല്ലാം സമാന്തരമായി തന്നെ നാളെ കോൺഗ്രസിൻ്റെ നിയമസഭാ കക്ഷി യോഗവും ചേരും. എന്തായാലും ആ നിയമസഭാ കക്ഷി യോഗത്തിന് മുന്നേ ഒരു പേരിലേക്ക് എത്തേണ്ടതുണ്ട് ഹൈക്കമാൻഡിന് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം
ഖാർഗെയെ, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയെ രമേശ് ചെന്നിത്തല ഇന്ന് ഡൽഹിയിൽ വെച്ച് കാണും എന്നുള്ളതാണ് മഹാരാഷ്ട്ര DCC പുനഃസംഘടന അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലെ കോൺഗ്രസിൻ്റെ പുനഃസംഘടന എന്നതാണ് ഔദ്യോഗികമായി പറയുന്ന അജണ്ട. എങ്കിലും കേരളത്തിലെ കാര്യം, മുഖ്യമന്ത്രി സ്ഥാനം അടക്കമുള്ള കാര്യങ്ങൾ തന്നെ ചർച്ച ചെയ്യാനായിരിക്കും ഈ ഒരു സന്ദർശനം എന്നാണ് കരുതുന്നത്. എന്തായാലും ഇന്ന് രമേശ് ചെന്നിത്തല ഡൽഹിയിൽ മല്ലികാർജുൻ ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തും. തൻ്റെ സീനിയോറിറ്റി അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ഖാർഗെയ്ക്ക് കൂടി വ്യക്തമാക്കും എന്നാണ് കരുതുന്നത്. എന്തായാലും ഈ 3 പേരുകൾ രമേശ് ചെന്നിത്തല, VD സതീശൻ, KC വേണുഗോപാൽ എന്നീ 3 പേർക്കും ഒരേ രീതിയിലാണ് പിന്തുണ ഉള്ളത്. സതീശനെല്ലാം ഇന്നലെ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ തിരുവനന്തപുരത്ത് നിന്ന് എത്തിയപ്പോൾ അദ്ദേഹത്തെ സ്വീകരിച്ച ആളുകളെല്ലാം തന്നെ മുഖ്യമന്ത്രി സതീശ എന്ന് വിളിച്ചുകൊണ്ടാണ് സ്വീകരിച്ചത്. അത്തരത്തിൽ ഒരേ രീതിയിൽ 3 പക്ഷങ്ങൾ, അതായത് VD പക്ഷവും KC പക്ഷവും RC പക്ഷവും അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്, കാരണങ്ങൾ നിരത്തുന്നുണ്ട്, പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട്. എന്തായാലും ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും എളുപ്പമുള്ള ഒരു തീരുമാനമാകില്ല മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. ശരി, വ്യക്തമാണ്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനായി ഇപ്പോൾ ചർച്ചകൾ മുറുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ AICC നിരീക്ഷകരായിട്ടുള്ള അജയ് മാക്കനും മുകുൾ വാസ്നിക്കും ഇന്ന് കേരളത്തിലെത്തുമെന്നൊരു വിവരമാണ് ലഭിക്കുന്നത്. രമേശ് ചെന്നിത്തല കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുനെ കാണും. AICC നേതൃത്വവുമായൊക്കെ ചർച്ച നടത്താനാണ് രമേശ് ചെന്നിത്തലയുടെ ഈ ഒരു യാത്ര. എന്തായാലും മഹാരാഷ്ട്ര DCC പുനഃസംഘടന അജണ്ട എന്നൊക്കെയാണ് വിശദീകരണമെങ്കിലും എന്തായാലും കേരളത്തിലെ സാഹചര്യം ഒക്കെ ഒരു ചർച്ച ചെയ്യാനുള്ള സാധ്യതയൊക്കെയുണ്ട്. എന്തായാലും കോൺഗ്രസിൻ്റെ നിയമസഭാ കക്ഷിയോഗം നാളെയാണ് ചേരുക. എന്തായാലും ആരാണ് മുഖ്യമന്ത്രി എന്നതൊക്കെ ഇനി ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്നാണ് ഒരു തീരുമാനമുണ്ടാകേണ്ടത്. എന്തായാലും AICC നിരീക്ഷകരൊക്കെ ഇപ്പോൾ ഇന്ന് കേരളത്തിലെത്തുകയാണ്. അതിനുശേഷമായിരിക്കും ഒരു തീരുമാനമൊക്കെ ഉണ്ടാകുക. കൂടുതൽ വിവരങ്ങൾ നൽകിയത് അതുല്യ രാമചന്ദ്രനാണ്.